സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ അമ്മ മലയാളത്തിലെ താരസംഘടന പുതിയ പുതിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് രണ്ട് പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് ലക്ഷ്മിപ്രിയ, ഒന്ന് അൻസീബ. എന്തായാലും ശരി, പറയാതിരിക്കാൻ കഴിയില്ല. വിഴുപ്പലൊക്കെയാണ്. എന്താ തെമ്മാടിത്തരാണ്. ഓരോരുത്തരുടെ സ്വകാര്യമായ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിളിച്ചു കൂവി ചാനലുകളുടെ മുമ്പിലും അല്ലാതെയൊക്കെ അങ്ങനെ വിളിച്ചു പറയുകയാണ്. ഇത് സംപ്രേഷണം ചെയ്യാനായിട്ട് കുറെ തെണ്ടി ചാനലുകളും ഇവിടെ ഉണ്ട്. ഇവർക്കൊന്നും വേറെ ഒരു ജോലിയില്ല. ഇത് കണ്ടിട്ട് ഇതിനെ പ്രതികരിക്കാതിരിക്കണം. എപ്പോഴും രാവിലെ ഉച്ചയായാലും വൈകുന്നേരമായാലും അതിനെപ്പറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോഴത്തേക്ക് ഇതിനെ നമ്മളൊന്ന് ഇടിച്ചു താഴ്ത്തണ്ടേ? അതായത് സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ളത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഈ വേശ്യകൾ ചാരിത്ര പ്രസംഗം നടത്തുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെയാണ്. കള്ളു കുടിക്കാത്ത, പിന്നെ വേറെ കാര്യങ്ങൾ, അസാൻവിക മാർഗങ്ങൾ ചെയ്യാത്ത എത്ര പേരുണ്ട് സിനിമാ ഫീൽഡിൽ? വളരെ അപൂർവമാണ്. അപ്പോൾ ഒരുത്തി പറയാണ്, ഞാൻ അൻസിബക്ക് കള്ളൊഴിച്ചു കൊടുത്തിട്ടുണ്ട്, മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എവളെ ജോലി എന്താ? മക്കള് ഷാപ്പിലാണ്, പണ്ട് കള്ള് ഷാപ്പിലാണ് ജോലി ചെയ്തത് അവള്. കള്ള് ഷാപ്പിലാണ് അവള് ജോലി വാങ്ങിച്ച്, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത്. അപ്പൊ എന്താണ്? അപ്പൊ ഉദ്ദേശം എന്താ? കൂട്ടിക്കൊടുപ്പാ? അപ്പോൾ എന്തായാലും ശരി, പിന്നെ താടിയും മുടിയുള്ള ഒരുത്തൻ പിന്നെ മറ്റുള്ള റൂമിൽ ഉണ്ടായിരുന്നു. അപ്പൊ താടിയും മുടിയും ഇല്ലാത്ത ആരാണ് മനുഷ്യന്മാര്? പൊട്ടന്മാരാ? എന്താണ് ഇവളൊക്കെ പറയുന്നത്? ഇവളെയൊക്കെ വെറുതെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല അടിയാണ് ഇവർക്കൊക്കെ കൊടുക്കാനുള്ളത്. അതായത് ഇവരെ വീട്ടില് ആണുങ്ങളില്ലേ, ഭർത്താക്കന്മാരില്ലേ? ഇവർക്ക് ഭർത്താക്കന്മാരില്ലേ, മക്കളില്ലേ, പിന്നെ അമ്മയും അച്ഛനുമില്ലേ, സഹോദരങ്ങളില്ലേ? ഇവർക്കൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത രീതിയിലല്ലേ ഇവരെല്ലാം ഇത് കൊണ്ട് കൈകാര്യം ചെയ്ത് നടക്കുന്നത്? നാട്ടിലിറങ്ങി എന്ത് ചെറ്റത്തരവും വിളിച്ച് പറയുക എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ ഈ മലയാളത്തിലല്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ? വളരെ അപൂർവമാണ് നമുക്ക് കാണാൻ. പിന്നെ അവിടെ ജാതി പറയുന്നു, മതം പറയുന്നു, എന്തെല്ലാമാണ് പറയുന്നത്. ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പെണ്ണുങ്ങളെ നിയന്ത്രിക്കാൻ എപ്പോഴും സ്ത്രീകളെ നിയന്ത്രിക്കാൻ പുരുഷൻ അത്യാവശ്യമാണ്. സ്ത്രീകളുടെ പിന്നെ കയ്യിൽ അമ്മയെ ഏൽപ്പിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ് സംഗതി പോക്ക് കേസാണ്. നിർബന്ധമായിട്ടും പുരുഷന്മാർ തന്നെയാണ് ഭരിക്കേണ്ടത്. പുരുഷന്മാർ ഭരിച്ചില്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഓരോ വീടുകളിൽ നടക്കുന്നത്. പുരുഷന്മാർ തന്നെ ഭരിക്കണം. അതിനു വേണ്ടി തന്നെയാണ് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്ന പുരുഷന്മാരെ. അവരൊക്കെ ഇനി എന്തെല്ലാം പറഞ്ഞാലും, പെണ്ണുങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും കാര്യമൊന്നുമില്ല. പിന്നെ തുല്യത വേണം, സമൂഹത്തിൽ മറ്റത് വേണം, മറിച്ചത് വേണം, അതൊക്കെ വെറുതെ പറയുന്നതാണ്. വേണം, എല്ലാവർക്കും വേണം, അവരവരുടേതായ അവകാശങ്ങൾ വഹിച്ചു കൊടുക്കണം. പക്ഷേ ഭരണമെന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് സ്ത്രീകളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ അനുഭവമാണ് ഇപ്പോൾ എല്ലാവരും കൂടെ മൊത്തത്തിൽ രാജിവെച്ചത്. പുരുഷന്മാരുടെ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ അവരെന്ത് ചെറ്റത്തരവും കാണിക്കും. ആണുങ്ങളെ വളച്ചെടുക്കുന്ന പെണ്ണുങ്ങൾ ആവശ്യം പോലെ ഇല്ലേ? അത് സിനിമാ ഫീൽഡിലും ഉണ്ട്, എല്ലാ ഫീൽഡിലും ഉണ്ട്. ചിലർക്ക് ഒരു പുരുഷന് പല സ്ത്രീകളും ഇഷ്ടപ്പെടും. അപ്പോൾ ശരിയായ രീതിയിൽ അന്തസ്സും അഭിമാനത്തുള്ള ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയോടെ കൂടെ അല്ലേ പുറക്കാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ ചിലപ്പോൾ 1, 2, 3 വിവാഹം കഴിക്കാനൊക്കെ. പക്ഷെ വിവാഹം കഴിച്ചാൽ അവരോട് തുല്യത പുലർത്തണ്ടേ? അല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീയോട് മാത്രം കാണിക്കാനൊക്കെ, അപ്പോൾ അവൻ കുറ്റക്കാരനാവുകയില്ലേ? അപ്പോൾ നിയമവ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ ഈ കാണിക്കുന്ന എല്ലാം ചെറ്റത്തരങ്ങളാണ്. ഇതൊക്കെ വിളിച്ചു കൂവാനും അതിനെ പ്രസിദ്ധീകരിക്കാനും അതിന് പിന്നെ എന്താണ് വലിയ വാർത്ത പ്രാധാന്യം കൊടുക്കാനും ശ്രമിക്കരുത്. ചാനലിലൂടെ എനിക്ക് പറയാനുള്ള ഇതാണ്. അതായത് ഈ പെണ്ണുങ്ങൾ വന്നിരുന്ന് വീമ്പിളക്കുകയും വന്നിരുന്ന് പിന്നെ ചെറ്റത്തരം പറയുകയും ചെയ്താൽ അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം നിങ്ങൾ കൊടുക്കരുത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ തമ്മിൽ പരിഹരിച്ചോട്ടെ. അതെങ്കിലും നിയമപരമായ പോരാട്ടം ഉണ്ടെങ്കിൽ അവർ കോടതിയിൽ നടത്തിക്കോട്ടെ. നമ്മൾ എന്തിനു പ്രസിദ്ധീകരിക്കുന്നത്? വെറുതെയെങ്കിലും എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഈ പുരുഷന്മാരും ഈ ചാനലുകളും എവളെയെല്ലാം പിറക്കെ നടക്കുന്നത്? ഇതൊന്നും ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവളൊക്കെ മദ്യം കുടിച്ചാലും കൊള്ളാം, കുടിച്ചില്ലെങ്കിലും കൊള്ളാം, ഒരുത്തി ഒഴിച്ചു കൊടുത്താലും കൊള്ളാം, ഒരുത്തൻ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കൊള്ളാം. എന്തായാലും ശരി, ഈ ചക്കളത്തി പോരാട്ടം നിർത്തണമെന്നാണ് കേരളത്തിലെ മനുഷ്യ സ്നേഹികളായ, അതായത് കലാസ്നേഹികളായ മനുഷ്യർക്ക് പറയാനുള്ളത്. അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ഞങ്ങളെല്ലാം കണക്കാക്കുന്നത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.